بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله الذي جعلنا من أمة سيدنا محمد صلى الله عليه وسلم وأكرمنا بالإيمان والتوحيد والعلم النافع والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولولا نفر من كل فرقة طائفة منهم ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم ബഹുമാനപ്പെട്ട സയ്യിദ് അലി ഹാഷിം അബ്ദുറഹ്മാൻ ഷെയ്ഖ് സായിദ് ളുയൂഫ്, ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കാത്തത് കൊണ്ട് ഒരു രണ്ട് വാക്ക് മാത്രം വേണ്ട നമ്മുടെ മലയാള ഭാഷയിൽ തന്നെ സംസാരിക്കുകയാണ്. മർക്കത്തിനെ സംബന്ധിച്ച് ഇവിടെ കൂടിയ ആളുകൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. എങ്കിലും ഇവിടെ വന്ന ആളുകൾ നിങ്ങളുടെ നാട്ടുകാരോടും സുഹൃത്തുക്കളോടും ഈ സ്ഥാപനത്തെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഇവിടെ ഗവൺമെൻറ്റും ഒരുപാട് രാഷ്ട്രീയ കക്ഷികളും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഭീകരതക്കെതിരെ, തീവ്രവാദങ്ങൾക്കെതിരെ പ്രവർത്തിക്കുക എന്ന്. ഞങ്ങൾ അങ്ങനെ ഒരു പുതിയ പേര് കൊടുത്തുകൊണ്ട് പുതിയ ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് തീവ്രവാദത്തെ ഇല്ലാതെയാക്കുകയല്ല, മറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലംഫളൂ മിൻ ഹൗലിക. മുഹമ്മദ് നബിയെ, അങ്ങയുടെ ഏറ്റവും ലളിതമായ സ്വഭാവം, അങ്ങയുടെ ലളിതമായ പ്രവർത്തനം, അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് അല്ലാഹു അക്ബർ അല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
وأن محمد رسول الله. لا حول ولا قوة إلا بالله. 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 الله أكبر. الله. لا إله إلا الله. اللهم صل على سيدنا محمد. اللهم رب هذه الدعوة التامة والصلاة القائمة آت سيدنا محمد الوسيلة والفضيلة والدرجة الرفيعة وبعث المقام المحمود الذي وعدته وارزقنا شفاعته في الدارين والحمد لله رب العالمين. صلى الله عليه وسلم. ധാരാളം കുട്ടികൾക്ക് സ്റ്റാൻഡ് കൊടുത്ത് തീർക്കാനുള്ളത് കൊണ്ട് കൂടുതൽ പ്രസംഗം ഞാൻ നീട്ടുന്നില്ല. ഭിന്ന അഭിപ്രായങ്ങൾ കൊണ്ട് ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന പ്രവണതയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകർ പോകരുത് എന്നാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ലളിതമായ ജീവിതവും സൽസ്വഭാവവും അതുകൊണ്ടാണ് ഇവിടെ ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നത്. മറിച്ച് അവിടുന്ന് ഒരു ഭീകരനോ തീവ്രവാദിയോ പരിവരുത്ത സ്വഭാവിയോ ആയിരുന്നു എങ്കിൽ ഇസ്ലാമിലേക്ക് ആരും വരുമായിരുന്നില്ല. ലം ഫളൂ മിൻ ഹൗലിക, ജനങ്ങളൊക്കെ വിട്ടുപോകുമായിരുന്നു എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നാം ആ മഹത്തായ പദ്ധതി നടപ്പിൽ വരുത്തുകയാണ്. ഇവിടെ ഭീകരതക്കെതിരായി ഒരു കമ്മിറ്റി ഉണ്ടാക്കി പ്രസംഗിച്ചത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു സ്ഥിരതയില്ലാതെ അസ്ഥിരത വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ആ രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്തി ഇവിടെ ഭിന്നിപ്പ് വരുത്തരുത് എന്നാണ് നമുക്കവരോട് പറയാനുള്ളത്. പിന്നെ മുസ്ലിം സമുദായം ഇവിടെ ഒരു സംഗതിയും പ്രത്യേകമായി ഗവൺമെൻറ്റിൽ നിന്ന് നേടിയെടുത്തിട്ടില്ല. ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ പൗരനാണ് എന്ന നിലയിൽ എല്ലാവർക്കും ലഭിക്കുന്നത് ഇവിടുത്തെ പൗരൻ എന്ന നിലയിൽ മുസ്ലിമിനും ലഭിച്ചു എന്നല്ലാതെ മുസ്ലിം സമുദായം ഇവിടെ ഇന്ത്യ രാജ്യത്ത് എന്തെങ്കിലും ഒരു പുതിയ സംഗതി നേടിയെടുത്തിട്ടില്ല. ഞങ്ങൾ മുസ്ലിംകളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം
എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഗതിയും നേടിയെടുക്കാൻ ഞങ്ങൾ പോയിട്ടില്ല. ഇതുവരെ ആരും നേടിയെടുത്തിട്ടുമില്ല. ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് എന്ത് കിട്ടുന്നോ അതിൽ മുസ്ലിം ഉൾപ്പെട്ടിട്ടുണ്ട് ഇതുവരെ. ഇനിയും അങ്ങനെ ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന മുസ്ലിമിനെ ഇന്ത്യക്കാരനായി കണക്കാക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാറുള്ളൂ. അല്ലാതെ ഇവിടെ മുസ്ലിംകൾക്കായി ഒരു പ്രത്യേക മാർഗം കണ്ടുപിടിച്ച് മുസ്ലിംകൾക്ക് പ്രത്യേകം ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഒരിക്കലും നമ്മുടെ മുൻഗാമികൾ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറയുന്നില്ല, നമ്മൾ ആരും ഒരിക്കലും പറയുന്നില്ല. നമ്മൾ ഇന്ത്യക്കാരാണ്, അത് സമ്മതിച്ചേ പറ്റൂ. ഇന്ത്യക്കാരല്ല എന്ന് പറഞ്ഞ് മുസ്ലിംകളെ തട്ടിവിടാൻ സാധിക്കുകയില്ല. കാരണം പാകിസ്ഥാനെ വെട്ടിമുറിച്ചത് നമ്മളല്ല, അത് മുറിച്ചവരതിന് ഉത്തരവാദികളാവും. ഏതായാലും അവരെ വഴിക്ക് പോയി. നമ്മൾ ഇന്ത്യയിലുള്ള ജനങ്ങൾ ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്നു. അത് ഏത് ഭാഷ സംസാരിച്ചാലും ഏത് വേഷം കെട്ടിയാലും ഇന്ത്യക്കാരൻ ഇന്ത്യയിൽ തന്നെയാണ് ജീവിക്കേണ്ടത്. ഈ ലോകത്ത് തന്നെ ആദ്യമായി തൗഹീദിൻ്റെ ശബ്ദം കേട്ടത് അവിഭക്ത ഇന്ത്യയിലാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഇന്ത്യയിൽപ്പെട്ട സ്ഥലമല്ലെങ്കിലും ആദം നബി അലൈഹിസ്സലാം ഇറങ്ങി വന്ന സമയത്ത് ഇന്ത്യയിൽപ്പെട്ട സ്ഥലത്താണ് ഇറങ്ങിയത്. ആദം നബി ശബ്ദിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ കലിമത്താണ്. ഈ കലിമത്ത് ആദ്യമായി ഇന്ത്യയിൽ കേൾപ്പിച്ചത് ആദം നബി അലൈഹിസ്സലാമാണ്. ആദം നബി ആദ്യമായി കേൾപ്പിച്ചത് ഇന്ത്യയിലും ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യം എന്നും ആ തൗഹീദിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് കൂടി ഇവിടെ അവകാശമുണ്ട് എന്ന് പറയുകയല്ലാതെ നാം ഒരു പ്രത്യേകമായ ഒരു സന്നദ്ധത അതിനുവേണ്ടി ഒരുക്കുകയോ കമ്മിറ്റി ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഇവിടുത്തെ ഭരണാധികാരികൾ ഓർക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന് എൻ്റെ അഭിപ്രായം. പിന്നെ അതുകൊണ്ട് നമ്മുടെ കർത്തവ്യം നമ്മൾ നിർവഹിക്കണം. അതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവർകൾ നിങ്ങളോട് പ്രത്യേകമായി ഉപയോഗിച്ചു. ഇപ്പം ചില സ്ഥലത്ത് അവർ സൂഫിയാണ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വെറുക്കപ്പെട്ട സാധനമായി കരുതപ്പെടുന്നു. മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഈ വാചകത്തിൽ നിന്നാണ് തസവ്വുഫ് എന്ന ഒരു ഭാഗം ഇവിടെ ഉണ്ടാകുന്നത്. നമ്മുടെ ഹൃദയശുദ്ധി എപ്പോഴും ഉണ്ടായിരിക്കണം. ഹൃദയത്തിൽ അസൂയ വരാൻ പാടില്ല, വിദഅത്ത് വരാൻ പാടില്ല, ഹൃദയത്തിൽ ചീത്ത ചിന്ത വരാൻ പാടില്ല. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം
എന്ന് മുനാഫിക്കുകളെ സംബന്ധിച്ചും കുഫാറിനെ സംബന്ധിച്ചുമൊക്കെ അള്ളാഹു താല പഠിപ്പിച്ചതുപോലെ ഹൃദയത്തിൽ ചളി പുരണ്ട് വിദ്വേഷവും വർഗീയതയും വിരോധവും കൽബിൽ കെട്ടിക്കിടക്കുന്ന ആ വിഭാഗത്തിൽ നമ്മൾ ഒരിക്കലും അല്ല, അങ്ങനെ ആവുകയും ഇല്ല. മറിച്ച് നമ്മുടെ ഹൃദയം എപ്പോഴും വെളിച്ചമുള്ള ഹൃദയമാവണം, ശുദ്ധിയുള്ള ഹൃദയമാവണം, സാഫിയായ കൽബാവണം. അൽ കൽബു സാഫി അൽ കൽബുൽ ബഈദ് അനി സഫാത്തി അൽ കബീഹത്തി. എല്ലാ തെറ്റായ മാർഗങ്ങളിൽ നിന്നും നമ്മുടെ കൽബ് വിട്ടു നിൽക്കണം. അങ്ങനെ കൽബ് നല്ലത് മാത്രം ചിന്തിക്കുകയും നല്ലത് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കൽബ് ആവണം. പിന്നെ ഇൽമു പഠിക്കാൻ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ഒരായത്തിന് അർത്ഥം കേട്ടില്ലേ? അത് എല്ലാ മുഫസ്സിറുകളും 2 തഫ്സീർ അവിടെ പറഞ്ഞിട്ടുണ്ട്. വലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ ത്വായിഫത്തുൻ മിൻഹും എന്ന ആയത്തിൽ നിന്ന് ഒരു സംഘം ആളുകൾ പുറത്ത് പോകണമെന്ന് ഒരു ബാഹ്യമായ അർത്ഥം. മറ്റൊരു അർത്ഥം, നിങ്ങളെല്ലാവരും കൂടി പോയി കളയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുമ്പോൾ അത് കേട്ട് പഠിച്ചു വെക്കുകയും പുറത്തു പോയവർ മടങ്ങി വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആളുണ്ടാവുകയും വേണം. അതാണ് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ കേട്ട മാന. അത് മുഫസ്സിറുകളെല്ലാം വിവരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറങ്ങും. വഹി ഇറങ്ങുമ്പോൾ പുറത്തു പോയ ആളുകൾക്ക് അത് പഠിക്കാൻ കഴിയുകയില്ല. അവർ മടങ്ങി വരുമ്പോൾ ഇവിടെയുള്ള ആളുകൾ അത് പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ചുരുക്കത്തിൽ ഇൽമു പഠിക്കാൻ ഒരു വിഭാഗം എപ്പോഴും ഉണ്ടാവണം. അവർ നാട്ടിൽ പോയാലും ശരി, പുറത്ത് പോയാലും ശരി, എങ്ങനെയായാലും ഇൽമു പഠിക്കാൻ ആളുകൾ ഉണ്ടാവണം. എൻ്റെ പ്രിയപ്പെട്ട മുത്താലിമീങ്ങളോട് എനിക്ക് പ്രത്യേകമായിട്ട് അതിന് പറയേണ്ടതില്ല. പലപ്പോഴും നമ്മൾ ദർസിലും അല്ലാതെയും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളാണ് ഈ രാജ്യത്ത് ഖിയാമത്ത് നാൾ വരെ ഇൽമ് പ്രചരിപ്പിക്കേണ്ടവർ. എല്ലാവർക്കും ഇവിടെ നിന്ന് പോകണം. ഞാനും നിങ്ങളുമെല്ലാം ഇവിടെ നിന്ന് ഒരു സമയത്ത് പോകുന്നവരാണ്. ആ പോകുന്ന സമയത്ത് ഇവിടെ ദീനുൽ ഇസ്ലാം ബാക്കിയുണ്ടായിരിക്കണം. അതിൻ്റെ പ്രചാരകർ ഇവിടെ ഉണ്ടാവണം. അതുകൊണ്ട് മുത്താലിമീങ്ങൾക്ക് സ്ഥലത്ത് കിട്ടി. ഇനി ചെല്ലുമ്പോൾ ജോലി കിട്ടിയില്ലെങ്കിൽ ആരും അതിൽ പരിഭ്രമിക്കേണ്ടതില്ല. ജോലി ഉണ്ടെങ്കിലുണ്ടാവും, കിട്ടിയാൽ കിട്ടും, കിട്ടിയില്ലെങ്കിലും അല്ലാഹു തആല നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരും എന്ന ഉദ്ദേശം വന്നു. നിങ്ങളെല്ലാവരും അല്ലാഹു തആലയെ കൊണ്ട് ഖൈറ് വന്നു ചെയ്യണം, ഖൈറ് വിശ്വസിക്കണം. അല്ലാഹു തആല നമുക്ക് ഖൈറ് തരും എന്നുള്ള വിശ്വാസത്തിൽ നമ്മുടെ പ്രവർത്തനം ഇഖ്ലാസിന് വേണ്ടി, അല്ലാഹു തആലയുടെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അൽ അഅ്മാലു സുവറുൻ ഖായിമത്തുൻ വസിറുഹാ
വജൂദു സിറിൽ ഇഖ്ലാസ്, നിങ്ങളുടെ അമലുകളെല്ലാം അത് സുഹറുൻ ഖായിബത്തുൻ, ഒരു ഫോട്ടോകൾ മാത്രമാണ്. അർവാഹുഹ വജൂദു സിറിൽ ഇഖ്ലാസി ഫീഹാ, അതിൻ്റെ റൂഹുകൾ ഇഖ്ലാസ് എന്ന ആ സിറ് ഉണ്ടായിരിക്കലാണ് എന്ന് നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ അമൽ പൂർത്തീകരിക്കുകയും ആ അമലിൻ്റെ ഇഖ്ലാസ് പൂർണ്ണമായി ഉണ്ടാവുകയും ചെയ്താൽ അള്ളാഹു നമുക്ക് ഒരിക്കലും പരാജയം തരികയില്ല എന്ന് ഉറപ്പാണ്. ഈ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ പഠിച്ചു വന്ന് തുടങ്ങിയ ഉടനെ ഒരൊറ്റ കൊല്ലം മാത്രമാണ് ശമ്പളം വാങ്ങിയിട്ടുള്ളത്. ഒരു കൊല്ലം മാത്രം. അതിനുശേഷം പിന്നെ ശമ്പളമൊന്നും വാങ്ങാറില്ല. എന്നാലും എൻ്റെ ജീവിതം വളരെ നല്ല നിലക്ക് ജീവിക്കുന്നുണ്ടല്ലോ. അത് അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. ആ നിലക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ശമ്പളം കിട്ടണം എന്ന നിയ്യത്ത് ആയി പോകണ്ട. വലാ തംനുൻ തസ്തക്തിർ, നിങ്ങൾ വഅദ് പറയുമ്പോൾ ഉപദേശിക്കുമ്പോൾ അതിനകത്ത് കാശ് കിട്ടണം എന്ന ആഗ്രഹം വേണ്ട എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. നമുക്കവിടെ വഅദിന് പോയി, ഇവിടെ വഅദിന് പോയി, അവിടെ മദ്രസയിൽ പോയി, ഇവിടെ മദ്രസയിൽ പോയി, അപ്പോഴൊന്നും നമുക്ക് സമ്പത്ത് വാരിക്കൂട്ടണം എന്ന നെയ്യത്ത് നിങ്ങൾ കൽബിൽ വരാൻ പാടില്ല. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വറുജ്സ ഫഹ്ജുർ വലാ തംനുൻ തസ്തക്തിർ വസിയാബക ഫതഹ്ഹിർ വറുജ്സ ഫഹ്ജുർ വലാ തംനുൻ തസ്തക്തിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. മുദ്ദസിർ എന്ന് പറഞ്ഞാൽ കോട്ട് ധരിച്ച ആള് എന്നാണ് ഒരർത്ഥം. അപ്പോൾ കോട്ട് ധരിച്ച സഖാഫി എന്ന് നിങ്ങളെ വിളിക്കും പോലെയാണ്. അല്ലാഹു തആല ഒരായത്തിറക്കിയാൽ ഖിയാമത്ത് നാൾ വരെ അതിൻ്റെ ഉദ്ദേശം നിലനിൽക്കുമല്ലോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം തഹജ്ജുദ് നിസ്കരിക്കാൻ പറഞ്ഞു. പുറപ്പെട്ട് മൂടിക്കൊടുക്കുന്ന ആ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ പറഞ്ഞു. യാ അയ്യുഹൽ മുസമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീല എന്ന് പറഞ്ഞിട്ട് അന്ന് നിസ്കരിക്കാൻ പറഞ്ഞു. പിന്നീട് പുറത്തിറങ്ങാനായപ്പോൾ യാ അയ്യുഹൽ മുദ്ദസിർ, ഓ കോട്ട് ധരിച്ച നബിയേ, ഖും ഫഅൻദിർ. ആ ആയത്ത് നമ്മളിലേക്ക് നോക്കുമ്പോൾ സനത് വാങ്ങി കോട്ട് ധരിച്ച് പുറത്തിറങ്ങുന്ന സഖാഫികളെ നിങ്ങൾ ഖും എഴുതിയേക്കുക, ഫഅൻദിർ ഭയപ്പെടുത്തി അറിയിക്കുക. എന്നാൽ റബ്ബക ഫകബ്ബിർ, നിങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കാം. എന്നാൽ അവിടെ എൻ്റെ പ്രസിഡന്റ് സ്ഥാനം നീങ്ങിപ്പോകരുത് എന്ന നിലക്ക് വാശി കൊള്ളുകയും പിടിക്കുകയൊന്നും വേണ്ട. വരുന്നത് വരും, പോകുന്നത് പോകും. അല്ലാഹു തആല റബ്ബക ഫകബ്ബിർ, അള്ളാഹുവാണ് വലിയവൻ എന്ന് നിങ്ങൾ കരുതണം. അള്ളാഹു വലിയവനാണ്, അവനാണ് നിങ്ങൾക്ക് എല്ലാം തരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വസിയാബക ഫതഹിർ, നിങ്ങളെ കൽബിനെ നിങ്ങൾ ശുദ്ധിയാക്കണം. വറുജ്സ ഫഹ്ജുർ, എല്ലാ നീച്ചയായ വസ്തുത്തെ തൊട്ടും നിങ്ങൾ വെടിയണം.
ഫലാ തംനുൻ തസ്തക്തിർ. അതിൻ്റെ പുറമെ നിങ്ങൾ ദർസ് നടത്തിയാലും വഅദ് പറഞ്ഞാലും എന്ത് കാര്യം ചെയ്താലും അതിന് പണം കിട്ടണം എന്ന ആ ഒരു നിയ്യത്ത് നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. ലാ യജൂസു ഹാദാ തമന്നിൽ മാൽ ഇസ്തിക്താറുൽ മാൽ ബിഹാദിഹിൽ ഉലൂമി ദീനിയ്യ വഖിദ്മാത്തി ദീനിയ്യ. ദീനിൻ്റെ ഖിദ്മാത്ത്, ദീനിൻ്റെ ഉലൂമ്, അതിന് പണം കിട്ടണമെന്ന ആ നിയ്യത്ത് നിങ്ങൾക്ക് വേണ്ട. ഫലാ തംനുൽ തസ്തക്സിർ. പരിശുദ്ധ ഖുർആൻ വളരെ ശക്തിയായി നമ്മളോട് പറഞ്ഞു, നമ്മളെ കൽബ് ശുദ്ധിയാവണം. നമ്മൾ لربك ولربك فكبر. أكبر الله أكبر. نحن فقراء مساكين، الله الكبير وهو الأكبر وهو يدبر كل الأشياء. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى. قدر جميع الأشياء التي تكون في هذا العالم وفي الآخرة كل شيء قدر فهدى. അതിലേക്ക് മാർഗദർശനം ചെയ്തു. അല്ലാഹു തആല ഹിദായത്താക്കി തന്നു. അതുകൊണ്ട് എല്ലാ ആളുകളും വളരെ ഇഖ്ലാസോടു കൂടി അമൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ഥലത്തിൽ കേൾവിക്കാരായ ധാരാളം ആളുകളുണ്ട്. നിങ്ങളെല്ലാം കഴിയുന്ന സഹായ സഹകരണങ്ങളും ഈ സ്ഥാപനത്തിന് വേണ്ടിയും നമ്മുടെ മറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നദ്ഉല്ലാഹ ലിമൻ യുസാഇദുനാ വമിൻഹും അൽ നാസിർ ഹമാസ് അൽ ജമായി. രോഗിയാണല്ലേ? وهو مريض أخبرنا بالدعاء اللهم اشفه يا شافي. عبد الله سماحي توفى قبل أيام. اللهم اغفر له وارحمه يا أرحم الراحمين. اللهم بارك لنا ولمن يساعدنا ولمن يساهم في إجراء هذه الديار الدينية. اللهم اغفر لنا ولمن يساهم في هذه الأمور الدينية يا الله. اللهم طول حياتنا وحياة سماحة السيد علي عبد الرحمن الهاشمي الذي حضر في هذا المجلس مع التكلف كثير من الأمور. الطيران من الإمارات إلى هنا صعب، ولكنه زار هنا مرارا ودعا لنا، وهو يدعو من هنا وفي الإمارات وفي الغيبة. اللهم طول حياته، اللهم طول حياتنا وحياته وحياة شيوخ الإمارات والسعودية والكويتية وسائر البلاد العربية يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.